ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എലോഹിൻ മിനിസ്ട്രിയുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, എല്ലാ ക്രിസ്ത്യാനികൾക്കും, അക്രൈസ്തവർക്കും, എല്ലാ ജാതിമത ഭേദമന്യേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മെസ്സേജ് പറയാൻ ഇടവന്നത്. ഞാൻ പല സ്ഥലത്തും പോയിരുന്നു, അതുകൊണ്ടാണ് മെസ്സേജിലേക്ക് കിടക്കാൻ വയ്യാതെ വന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് എല്ലാവർക്കും അതൊരു വിടുതലായി തീരുവാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ലൈവിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവം ഇന്ന് വെളിപ്പെട്ട് വരും. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. മാനുഷ്യ കരങ്ങളൊന്നും ഈ ഭൂമി നടപ്പിലാകത്തില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു പരിധി വരെയൊക്കെ അവരുടെ ശക്തിയും ബുദ്ധിയും ഒക്കെ പ്രാവർത്തികമാക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ശക്തി സ്നേഹമൊക്കെ അനന്തമാണ്. ഒരു മനുഷ്യനെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ എത്രത്തോളം ഉയർത്തും, എത്രത്തോളം മാനിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടമൊന്നും സാരമില്ല. ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. നിങ്ങൾക്കൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. ഈ കേൾക്കുന്ന എല്ലാ ജനത്തിനും ദൈവം സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ കൂടെയും പ്രവാചകന്മാരുടെ കൂടെയും വചനത്തിലൂടെയും ഒക്കെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. വാഗ്ദത്തമില്ലാത്ത ഒരു വ്യക്തി പോലും ഇല്ല. ആ ഡെസ്റ്റിനിലേക്ക് നമ്മൾ കടന്നു വരാനാണ് പാട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വചനത്തിലേക്ക് കടക്കുക. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനും നീതിമാനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, എലോഹിൻ മിനിസ്ട്രിയുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, വിശുദ്ധന്മാർക്കും, വിശുദ്ധമതികൾക്കും, ഈ ലൈവിലൂടെയും ഈ ഫേസ്ബുക്കിലൂടെയും ഈ യൂട്യൂബിലൂടെയും കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഈ പ്രാർത്ഥന വലിയൊരു കോട്ടയായിരിക്കണം. ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ, നിന്റെ കരമൊന്ന് നീട്ടണം. ഹല്ലേലൂയ. നിന്റെ ആണിപ്പഴുതുള്ള കരമൊന്ന് നീട്ടണം. അവരെ സ്പർശിക്കണം. അവർക്ക് വിടുതൽ കൊടുക്കണം. കർത്താവേ, കടഭാരമായി ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കർത്താവേ, അവരെ നീ അതിസമ്പന്നമാക്കി തീർക്കണം. കർത്താവേ, ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് അവരെ നീ സമ്പന്നതയിലൂടെ നടത്തുമാറാണ്. കർത്താവ്, ദാരിദ്ര്യം മാറ്റണം. കർത്താവേ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ദൈവത്തിന്റെ ശക്തി, ആ വാഗ്ദത്തം ഇന്ന് നിറവേറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വാഗ്ദത്തത്തിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് ദൈവം ബലം തരട്ടെ, അഭിഷേകം തരട്ടെ, ശക്തി തരട്ടെ. ഇൻ ദ നെയിം ഓഫ് ഓൾമൈറ്റി ജീസസ് ക്രൈസ്റ്റ് ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയും യാചനയും കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യാക്കോബിന്റെ മലാക്കിയുടെ പുസ്തകത്തിൽ, മലാക്കിയുടെ 4-ാം അധ്യായത്തിലെ 5-6 വാക്യമാണ് നമുക്കിന്ന് ആധാരമായി ദൈവം തന്നിരിക്കുന്ന വാക്യം. ഹല്ലേലൂയ. ഇത് ഞാൻ ധ്യാനിച്ച് പഠിക്കുമ്പോൾ വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ സ്പർശിക്കും അത്. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നാളെ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ല ഇപ്പോൾ ലൈവിൽ കാണുമ്പോൾ അവരോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എൻ്റെ
പ്രസംഗത്തിലും മെസ്സേജിലും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വമൊക്കെയാണ്. പലരും ഇത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ കടന്നു പോയപ്പോഴും ഈ ലോകത്തിൻ്റെ സകല ഇമ്പങ്ങളിലും കടന്നു പോകുമ്പോഴൊക്കെ എനിക്കറിയില്ലായിരുന്നു പലരും പ്രസംഗിക്കുമ്പോഴും, ചർച്ചിലൊക്കെ പലരും പ്രസംഗിക്കുമ്പോഴും, അഭിഷേകത്തെ നിറയുമ്പോഴും, അന്യഭാഷകളിലൊക്കെ നിറയുമ്പോഴൊക്കെ ശക്തി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെങ്കിൽ ഒരു ദിവസം എന്നെ തേടി വന്ന ആ ദൈവത്തിൻ്റെ അഭിഷേകമാണ് ഇന്ന് എന്നെ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. മലാക്കിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഹല്ലേലൂയ. തായ് സുവിശേഷത്തിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പഴയ നിയമ പുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകമാണ്. ചെറിയ ഒരു അധ്യായങ്ങളൊക്കെ ഉള്ളൂ. അടുത്തത് നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടക്കാം. യേശുവിൻ്റെ വരവും, യേശുവിൻ്റെ പ്രവൃത്തികളും, യേശുവിൻ്റെ സൗഖ്യങ്ങളും, ഉയർപ്പും, ഹാലലും മറ്റുള്ളവരെ ആശ്രയൊക്കെ ഉയർപ്പിച്ചതും, കർത്താവിനെ കാണിച്ചു കൊടുത്ത് ആ രാത്രിയിൽ പിടിക്കപ്പെട്ട് അവനെ ഹെരോദാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പിലാത്തോസിൻ്റെ അവനെ ക്രൂശിക മരണം, ഉയർത്തെണീറ്റു, പരിശുദ്ധാത്മാവ് വന്നതൊക്കെയാണ് ഇവിടെ പഴയ നിയമത്തിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് പൗലോസ് ശ്ലീഹ നമുക്ക് 14 ലേഖനങ്ങൾ എഴുതിത്തന്നു. ഇതൊക്കെ നമ്മൾ വിലപ്പെട്ടു പോയി. ക്രിസ്ത്യാനിയുള്ള അടിസ്ഥാന ആധാരമായി തീർന്നിരിക്കുന്ന പുതിയ നിയമം. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിൽ അവസാന പുസ്തകങ്ങളിൽ പ്രവാചകനായ മലാക്ക് വിളിച്ചു പറയുന്ന ഒരു വാക്കാണ്. ഹല്ലേലൂയ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇത് വലിയ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ശപിക്കും. വലിയതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ, അത് ഭയങ്കര നാളാ വരാൻ പോകുന്ന ഭയങ്കരമായ ഒരു നാള്, അവസാനത്തെ നാളിനെ കുറിച്ചാണ് മലാക്ക് വിളിച്ചു പറയുന്നത്. ഒരു മനുഷ്യൻ പോലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ലോകത്തിൽ നടനമാടുന്ന വലിയ നാൾ വരാൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗം പോലും ഭൂമിയിലേക്ക് വരും. ദണ്ഡനം കൂടി നടക്കും. യുദ്ധങ്ങളും ക്ഷാമങ്ങളും അവിടെ ഇവിടങ്ങളായി നടക്കും. ആ നാൾ വരുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ഭൂമിയെ ശപിക്കും, ഞാൻ മനുഷ്യനെ ശപിക്കും. അവന്റെ പ്രവൃത്തി ദോഷമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മനുഷ്യനെയും ഭൂമിയെയും ശപിക്കും. പക്ഷെങ്കിൽ അതിനു മുമ്പേ ഞാൻ ഏലിയാവിനെ ഞാൻ അയക്കും. ഏലിയാവ് 1 രാജാക്കന്മാര് കൊണ്ട് തീരുകയാണ്. ഹല്ലേലൂയ.
ഇത് മലാക്കി അവസാനത്തെ പുസ്തകമാണ്. ഈ ഏലിയാവ് അയക്കുമെന്ന് പറയുമ്പോൾ ഏലിയാവ് സ്വർഗത്തിൽ എടുക്കപ്പെട്ടു പോയ ആളാണ്. ഹല്ലേലൂയ. ജോർദാനിൽ വെച്ച് അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും അവനെ ചുഴലിക്കാറ്റിലൂടെ അവനെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയി. പക്ഷെങ്കിൽ മലാക്കി വിളിച്ചു പറയുന്നു അവൻ ഏലിയാവിനെ അയക്കുമെന്ന്. ഇത് ഏലിയാവ് ഒരു വ്യക്തിത്വത്തെ അല്ല കാണിക്കുന്നത്. ഹല്ലേലൂയ. ഏലിയാവിൽ നിറഞ്ഞു നിന്ന അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇനിയും വരാൻ പോകുന്ന നാളുകൾ, ഇനിയും വരാൻ പോകുന്ന ഭൂമിയിൽ നടനമാടാൻ പോകുന്ന രോഗങ്ങൾ, വരാൻ പോകുന്ന ഭൂകമ്പങ്ങൾ, പ്രകൃതിയുടെ മാറ്റങ്ങൾ, പ്രകൃതിയുടെ കടലിന്റെ മാറ്റം, സകലത്തിന്റെയും മുമ്പിൽ മലാക്കി പറയുന്നതാണ് വലുതും ഭയങ്കരവുമായ നാള് വരും മുമ്പേ അവൻ ഏലിയാവിനെ അയക്കും. ഏലിയാവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വമല്ല, ഒരു വ്യക്തിയല്ല, ഏലിയാവിൽ വ്യാപരിച്ച അഭിഷേകം. ഹല്ലേലൂയ. അതിനെ ദൈവം അയക്കും. അന്ത്യകാലത്ത് വലുതും ഭയങ്കരവുമായ നാൾ വരും മുമ്പേ ഞാൻ ഏലിയാവിനെ അയക്കും. ഏലിയാവിന്റെ അഭിഷേകത്തെ അയക്കും. അപ്പൻ മക്കളോടും മക്കൾ അപ്പനോരും നിരക്കാതിരുന്നാൽ, അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും നിരക്കാതിരുന്നാൽ ഞാൻ ശപിക്കും. ഞാൻ ലോകത്തെ ശപിക്കും. ഞാൻ തലമുറയെ ശപിക്കും. ഞാൻ കുടുംബത്തിനെ ശപിക്കും. ദേശത്തിനെ ശപിക്കും. ഞാൻ ആ നാടിനെ ശപിക്കും. ആ രാജ്യത്തിനെ ഞാൻ ശപിക്കും. ലോകത്തെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് ഒരു വ്യക്തിയുടെ കാര്യമല്ല മലാക്കി പറഞ്ഞത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉടലെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം പറയുന്നു ഞാൻ ഭൂമിയെ ശപിക്കും. എങ്ങനെ? അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും നിരക്കാതിരുന്നാൽ. ഇതിൻ്റെ ഇടയിൽ കയറിക്കൂടുന്ന, നമ്മൾ പോലും അറിയാതെ കയറിക്കൂടുന്ന പിശാചിനൊരു ഉദ്ദേശമുണ്ട്. മക്കൾ അപ്പനോട് നിരക്കരുത്. അപ്പൻ മക്കളോട് നിരക്കരുത്. നിരക്കാതിരുന്നാൽ ദൈവം ശപിക്കും. ഇവനറിയാം, ഇവന് വലിയ പണിക്കൊന്നും പോകേണ്ട കാര്യമില്ല, വലിയ പണിയെടുക്കേണ്ട കാര്യവുമില്ല. ഇവനതറിയാം. ഇവന് ചെറിയൊരു പരിപാടി ചെയ്തച്ചാൽ മതി. കുടുംബത്തെ കലക്കുക, ദേശത്തെ കലക്കുക, തമ്മിൽ സ്നേഹമില്ലാതിരിക്കുക, കുടുംബങ്ങളെ തകർക്കുക, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാര്, രക്തബന്ധനങ്ങളെ അടുപ്പിക്കാതെ തകർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവം പറയുന്നു ഞാൻ അങ്ങനെ നിങ്ങൾ നിരക്കാതിരുന്നാൽ നിങ്ങളെ ഞാൻ ശപിക്കും. ഈ ലോകത്തെ തന്നെ ശപിക്കും. ഹല്ലേലൂയ. പിശാചിന്റെ ഉദ്ദേശം ഇവര് നിരക്കരുത്. പിശാചിന്റെ ഉദ്ദേശം നിങ്ങൾ നിരക്കരുത്. നിരന്നില്ലെങ്കിൽ കർത്താവ് ശപിച്ചോളും. നമുക്ക് ഇനി ഈ ഏലിയാവ് ആരാണെന്ന് അറിയാമോ? എല്ലാവരും പറയുന്നതാണ്. ഏലിയാവും എലീശയുടെ കഥകളൊക്കെ നമുക്ക് ഒത്തിരി അറിയാം, ചരിത്രങ്ങൾ മുഴുവനും അറിയാം. പക്ഷെ ഈ ഏലിയാവിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യം ഒന്ന് പറയാം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാം വാക്യം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഹല്ലേലൂയ.
സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഒന്നുകൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്ക്കാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഹല്ലേലൂയ. ഈ ഏലിയാവിന്റെ അപ്പനാരാണ്? അമ്മയാരാണ്? സഹോദരങ്ങളാരാണ്? ഒരു സഹോദരനുണ്ടോ? ഇതൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഗിലെയാദിൽ നിന്ന് തിസ്ബിയനായ ഏലിയാവ് അഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറഞ്ഞ വാക്കായത്. അവൻ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമ്മളെ പോലെ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. പക്ഷെങ്കിൽ ഏലിയാവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവന്റെ മേൽ ദൈവത്തിന് അഭിഷേകമുണ്ടായിരുന്നു. നമ്മളെല്ലാരും പറയുന്ന പോലെ അല്ല. പാപം എവിടെ കടന്നു വന്നോ അവിടെ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടു. ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഈ ആഹാബിന്റെ കൊട്ടാരത്തിൽ തന്നെ ഏലിയാവ്, അഭിഷിക്തനായ ഏലിയാവ് കടന്നു വരാൻ എന്താണ് കാരണം? അവിടെ ഒരു വലിയൊരു പാപമുണ്ടായി. നാമോത്ത് പറയുന്ന ഒരു പാവം മനുഷ്യൻ തന്റെ അപ്പനപ്പന്മാരായി കിട്ടിയ മുന്തിരിത്തോട്ടം നനച്ച് വളർത്തി മുന്തിരിക്കൊലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, അത് മൂത്ത് പഴുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രഥത്തിൽ ഇസ്രായേലിന്റെ രാജാവായ ആഹാബ് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ആ വഴിവക്കത്തൂടെ കടന്നു വന്നപ്പോൾ ആ മുന്തിരിത്തോട്ടം കണ്ടവൻ ഇഷ്ടപ്പെട്ടു. അവൻ ആലോചിച്ചു, ഇത് ആരുടെ മുന്തിരിത്തോട്ടമാണെന്ന് അവൻ ആലോചിച്ചു. വരുത്തി, നാമോത്തിനെ അവന്റെ മുമ്പിൽ വരുത്തി, രാജാവിന്റെ മുമ്പിൽ. ആ നാമോത്തിനോട് അഹാവ് പറഞ്ഞു, നിനക്ക് വേറെ സ്ഥലമൊക്കെ തരാം, നീ ഈ മുന്തിരിത്തോട്ടം എനിക്ക് തരണം. ഇതൊരു ഇഷ്ടപ്പെടലിന്റെ കാര്യമല്ലത്. ഈ മുന്തിരിത്തോട്ടം ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മുന്തിരിത്തോട്ടം വിലക്ക് മേടിച്ചിട്ട് മുന്തിരിത്തോട്ടം തന്നെ നടത്തിയ പോരായിരുന്നോ? പക്ഷെങ്കിൽ ആഹാബിന്റെ കുടില ചിന്ത, അവന്റെ ധാർഷ്ട്യം, ഇസ്രായേൽ രാജാവിന്റെ ധാർഷ്ട്യമായ കാണിച്ചത്, എനിക്കിത് മുഴുവൻ നശിപ്പിച്ചിട്ട് ചീരത്തോട്ടം പണിയണമെന്ന് പറഞ്ഞ് എനിക്ക് അപ്പനപ്പന്മാരായിട്ട് തന്നതാ, അതുകൊണ്ട് ഞാനിത് സൂക്ഷിക്കും, ഞാൻ കൊടുക്കത്തില്ല. എത്രയോ മുന്തിരിത്തോട്ടങ്ങൾ ഇസ്രായേലുണ്ട്. ഇവന് അതൊന്നും വേണ്ട. ഇവന് നാമോത്തിന്റെ മുന്തിരിത്തോട്ടം മാത്രം മതി. രാത്രി വന്ന് കടന്നു, ഉറക്കമില്ലാതായി, അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ കടന്ന് ഉറങ്ങുകയാണ്. ഉറക്കമില്ലാത്ത രാത്രിയായപ്പോ ഇസബേൽ ചോദിച്ചു, എന്താണ് കാര്യം? അവൻ ചരിത്രം പറഞ്ഞു, ഇന്ന പോലെ ഞാനൊരു മുന്തിരിത്തോട്ടം കണ്ടു, അവൻ തന്നില്ല, നിന്റെ വിഷമത്തിലാണ്. ഇസബേൽ പറയുകയാണ് രാജാവിനോട്, നീ വിഷമിക്കാതിരിക്ക്, ഞാൻ നിനക്ക് പരിഹാരം, നിന്റെ വിഷമം ഞാൻ അറിയുന്നു, പരിഹാരം. ഹല്ലേലൂയ, സ്തോത്രം. പിറ്റേ ദിവസം തന്നെ
ഇസ്രായേലിന്റെ നിയമപ്രകാരം 2-3 സാക്ഷികൾ, കള്ളസാക്ഷികൾ വിളിച്ചു പറഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള പ്രമാണമുണ്ട്, കൽപ്പനയുണ്ട്. അവർ 3 പേരെ സംഘടിപ്പിച്ചിട്ട് സമൂഹത്തിനെതിരായി പറഞ്ഞു അവൻ ഇസ്രായേലിന്റെ ദൈവത്തിനെ തള്ളിക്കളയുന്നു, രാജാവിനെ നിന്ദിക്കുന്നു. ആ ഒരു കാരണം കള്ളസാക്ഷ്യം പറഞ്ഞ് അവനെ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് തന്നെ അവനെ കല്ലെറിഞ്ഞു. അവന്റെ രക്തം മുഴുവൻ ചീന്തി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ യഹൂദന്മാര് അവന്റെ ചാട്ടവാറ് കൊണ്ട് അവനെ അടിച്ച്, ചമ്മട്ടി കൊണ്ട് അടിച്ച്, ഉഴവചാല് പോലെ അവന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി. ഹല്ലേലൂയ. സമൂഹത്തിനെ അവൻ എറിഞ്ഞ് കൊന്നു. അവന്റെ രക്തം അവിടെ മുഴുവൻ തൂകി. ഹല്ലേലൂയ. ആ പാപത്തിൽ വന്നപ്പോൾ, ആ പാപം അവിടെ ഉടലെടുത്തപ്പോൾ എന്ന് പറയാൻ പോകുന്നത് വേറെ കാര്യങ്ങളൊക്കെയാ. അപ്പൻ മക്കളോട് പാപം ചെയ്യരുത്, മക്കളോട് അപ്പം പാപം ചെയ്യരുത്. ഈ പാപം ചെയ്താൽ ഏലിയാവിനെ അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദര സഹോദരി, അപ്പനെ മക്കളെ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അപ്പന്മാര് പ്രായമാകും, നിന്റെ ചെറുപ്രായമായിരിക്കും. അപ്പം പറയുന്നതും നിനക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കത്തില്ല, മക്കൾ പറയുന്നത് അപ്പനും ഇഷ്ടപ്പെടുത്തുന്നിരിക്കത്തില്ല. നിങ്ങളുടെ ഇടയിൽ പാപം വരും, ദൈവം നിങ്ങളെ ശപിക്കും. പക്ഷെങ്കിൽ കർത്താവായ യേശു ഒരു കരുണ നമ്മളോട് കാണിച്ചു. അതിനു മുമ്പേ ഏലിയാവിൻ്റെ അഭിഷേകത്തെ അയക്കും. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, ലോകത്തിൽ ഒരു സ്ഥലത്തും, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു ഉണർവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഏലിയാവിന്റെ അഭിഷേകമാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നീ പങ്കെടുക്കണം. ഈ കേൾക്കുന്ന സകല ജനവും ഈ അഭിഷേകത്തിന് വേണ്ടി നീ കൊതിക്കണം. ഹല്ലേലൂയ. പാപം കടന്നു വരുന്ന സ്ഥലത്ത് ഏലിയാവിനെ അയക്കും. ഹല്ലേലൂയ. അവന്റെ അഡ്രസ്സോ ഒന്നും അറിയത്തില്ല ഏലിയാവിനെ കുറിച്ച്. ഇവന് ഇവിടുത്തുകാരനാണെന്ന് മാത്രം അറിയാം. ഗിലെയാദിൽ തിശ്ബിയിൽ നിന്ന് തിശ്ബിയനായ ഏലിയാവ് കടന്നു വന്ന് ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി വിളിച്ചു പറഞ്ഞൊരു വാക്കാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഹല്ലേലൂയ. പാപം കടന്നുകൂടി ദേശത്ത് മഴ പെയ്യാതായി, വരൾച്ച സംഭവിച്ചു. ഹല്ലേലൂയ. അഭിഷേകമുള്ള ഭക്തനെ ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ ദൈവം മറക്കില്ല. സഹോദരങ്ങളെ, നിന്റെ മേലൊരു അഗ്നി അഭിഷേകം ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ, നിന്നെ പട്ടിണിക്കിടുന്ന ദൈവമല്ലെന്ന്. ഹല്ലേലൂയ. മഴ പെയ്തില്ല, വരൾച്ച കണ്ട് ഭയങ്കരമായിട്ട് കനത്തു, മൃഗങ്ങൾ ചത്തുപൊങ്ങുന്നു, ദേശത്തിൽ വെള്ളമില്ലാതെ ആകുന്നു, കൊട്ടാരത്തിൽ പോലും വെള്ളമില്ലാതായി തീരുന്ന ഒരവസ്ഥയിൽ വാക്ക് പറഞ്ഞവനോട് മാറാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിനോട് പറഞ്ഞൊരു ദൈവമുണ്ട്. നീ ആഹാബിന്റെ കൊട്ടാരത്തിൽ പോയി നീ പ്രവചിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ സകല പ്രവാചകന്മാരും പ്രവചിക്കുന്ന എന്താണ്? ഹല്ലേലൂയ. നിന്റെ കുറവശങ്ങളെ ചൂണ്ടിക്കാണിച്ച് പ്രവചിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ പ്രവാചകൻ. അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിൽ ചെന്നിട്ട് പറയുക,
ഹല്ലേലൂയ. നിന്നെ വിദേശ രാജ്യത്ത് നിന്നെ ഞാൻ കടത്താം. ഞാൻ ഒത്തിരി പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട്, ദിവസം പറഞ്ഞ് പ്രവചിക്കുന്നു, കറക്റ്റ് ടൈമിൽ നടക്കും. പലരും വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നിന്നെ വാലല്ല തലയാക്കാം, ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട് ഒക്കെ പറയാം. നിന്റെ കുറവസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറയുന്ന ഒരു പ്രവാചകനെ നിന്റെ മുമ്പിൽ വന്നാൽ നീ അവനെ എന്താ നീ കാണിക്കുന്നത്? ഹല്ലേലൂയ. ആ പ്രവാചകനെ നിന്റെ വീട്ടിപ്പിലെ കയറ്റുവോ? നിന്റെ കുറ്റങ്ങളും കുറവസങ്ങളും പാപങ്ങളും നിന്നോട് വിളിച്ചു പറഞ്ഞാൽ ആ പ്രവാചകനെ നീ ദുഃഖിപ്പിച്ച് വീട്ടിൽ നിന്ന് വിടും. അവനെ കരയിപ്പിക്കും. അതാണ് ഇന്നത്തെ ജനങ്ങൾ, ഇന്നത്തെ വിശ്വാസികൾ. പ്രിയ സഹോദരന്മാരെ, അഭിഷക്തൻ വീട്ടിൽ പോവും. അവന് നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട, നിന്റെ ഒന്നും ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും അവന് വേണ്ടെന്ന് ദൈവം അവനെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവനെ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിർവഹിച്ചുകൊള്ളും. എലിയാവിനോട് പറയാ, എലിയാവേ നീ കെരുത്തിത്തോട്ടിലേക്ക് പോയിരിക്കുക. കെരുത്തിത്തോട്ട്, അവിടുത്തെ വെള്ളം കുടിച്ചു. ഞാൻ കാക്കയോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. The name of mighty Lord Jesus Christ in Lord. Hallelujah. ഒരു കാക്കയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ പുലർത്താൻ, നിന്നെ പട്ടിണിക്കിടാതിരിക്കാൻ. എലിയാവേ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞ കാര്യ നീ പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്തെ ദൈവം പറയുന്ന കാര്യം മാത്രമേ പ്രവാചകന്മാർ പറയത്തുള്ളൂ. ശമൂവേൽ പ്രവാചകന്റെ ഒക്കെ കാലഘട്ടമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. അതൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേൽ തോക്കുമെന്ന് പറഞ്ഞാൽ തോക്കും, ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കും. ആരാണ് പ്രവചനം? ഒരുവൻ ആത്മാവ് നിറഞ്ഞ് പറയുന്ന അത്ര പ്രവാചനം, ആത്മാവിൽ നിറഞ്ഞ് പൂർണ്ണനായി പറയുന്ന വാക്കാണ് പ്രവചനം. ഹല്ലേലൂയ. The name of Jesus. ഹല്ലേലൂയ. ആ പറഞ്ഞു വിട്ടിട്ടുള്ളവനെ പോറ്റാൻ ശക്തനായ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. എരുത്തിത്തോട്ടിലിരുത്തി കറക്റ്റ് ടൈം ആയപ്പോൾ കാക്ക വന്നു. രാവിലെയും വന്നു, ഈവനിങ്ങിലും വന്നു, വൈകിട്ടും വന്നു. നിന്നോട് ചുമ്മാതെ പറയത്തില്ല കർത്താവ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് നിവൃത്തി തന്നെ ആയിരിക്കും, നിവൃത്തീകരിച്ചിരിക്കും. അത് നിലത്ത് വീണ് പോകുന്ന വാഗ്ദത്തമല്ലെന്ന്, അത് നിലത്ത് വീണ് പോകുന്ന പ്രവചനമല്ല. നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഉയർത്തിയിരിക്കും ദൈവം. നമ്മുടെ ദൈവം ബിംബമല്ല, മിണ്ടാത്ത ദൈവമല്ല, ഉരിയാടാത്ത ദൈവമല്ല, ജീവനുള്ള ദൈവമാണ് നമ്മുടെ ഉയരത്തിലുള്ളത്. അത് നിന്നോട് സംസാരിക്കുക ദൈവം. ഹല്ലേലൂയ. ഒരു കാക്കയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ദൈവം നിന്നെ പുലർത്താൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിന്റെ വീട്ടിൽ നിന്റെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നിന്റെ അറയിൽ കടന്ന് നിന്റെ സ്വർഗസ്ഥനായ നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് മറുപടി പറഞ്ഞിരിക്കും. ദൈവം നിന്നോട് സംസാരിച്ചിരിക്കും. സ്വപ്നങ്ങളിലോ ദർശനങ്ങളിലോ പ്രവാചകന്മാരെ വിട്ടോ
നിന്നോട് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും സഹോദര. നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത് വഴിയിൽ വിട്ടിട്ട് പോകാനല്ല ദൈവം. അത് മനുഷ്യൻ ചെയ്യും. അത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്. വിളിച്ചിറക്കിട്ട് വഴിയിൽ വിട്ടിട്ട് പോകുന്നവർ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. നമ്മൾ വിളിച്ചിറക്കിയാൽ അവൻ വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല. അവന്റെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകും. ആ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടിറക്കും ദൈവം. The name of Jesus. Hallelujah. ആ ഏലിയാവ് നമുക്കറിയാം, സാറഫാത്തിലേക്ക് പോയി. എന്താണ്? തിരുത്തിത്തോട്ടിലെ വെള്ളം പറ്റി, കാക്കയുടെ വരവ് നിന്നു. പ്രിയ സഹോദര, ഇന്ന് നിനക്ക് കിട്ടുന്നത് നിന്നുപോയാലും നീ വിഷമിക്കേണ്ട കേട്ടോ സഹോദര. ഇപ്പോൾ നിനക്ക് ഉള്ളൊരു സ്രോതസ്സുണ്ട്, പണം വരുന്ന സ്രോതസ്സുണ്ട്, നിന്റെ കുടുംബത്തെ പോറ്റുന്നൊരു വഴിയുണ്ട്. അത് നിനക്ക് ചിലപ്പോൾ നിന്നു പോയെന്നിരിക്കാം. പക്ഷെങ്കിൽ നിനക്കൊരു സാറഫാത്ത് ഒരുക്കും ദൈവം. ഹല്ലേലൂയ. The name of Jesus Christ in law. ഹല്ലേലൂയ. അവൻ അവിടുന്ന് സീദോന് ചേർന്ന് സാറാഫാത്തിലേക്ക് അവൻ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ അവിടെ വിറവിറക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അഭിഷിക്തനായ ഏലിയാവ് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളവും ഒരടയും എനിക്കുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്ത്രീ പറഞ്ഞു, എൻ്റെ 2 വിറകേ ഉള്ളൂ. എന്നുവെച്ചാൽ വിറകിന് പോലും ക്ഷാമമായി പോയി. ഭൂമി മുഴുവൻ ക്ഷാമത്തിലേക്ക് കടന്നു പോയപ്പോൾ ഈ വിറക് കൊണ്ടുവച്ചിട്ട് വേണം എൻ്റെ ഭരണിയിൽ ഒരു പിടി മാവും കലത്തിൽ കുറച്ചെണ്ണയുമാണ്. അത് കഴിച്ചിട്ട്, അത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ മകനൂടെ ആത്മഹത്യ ചെയ്യാൻ പോവാ, മരണമടയാൻ പോവാ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്, പറയാം. ഹല്ലേലൂയ. എല്ലാവരും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ബൈബിള് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി. അവിടെ ഒരു പാപം കടന്നുകൂടിയിട്ടുണ്ട്. അവിടെ വെച്ച് അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. പറഞ്ഞതുപോലെ സ്ത്രീ ചെയ്തു. അവന് ഒരടയും വെള്ളവും കൊടുത്തു കഴിഞ്ഞപ്പം വീട്ടിൽ തിരിച്ചു ചെന്നപ്പം കലത്തിലെ മാവ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക, ഭരണിയിലെ എണ്ണ വീണുകൊണ്ടും ഇരിക്കുക, തീരാതെ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ആ ക്ഷാമകാലം മുഴുവൻ അവൾ പുലർന്നു. ഹല്ലേലൂയ. പിന്നീടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഏലിയാവ് അവിടെ താമസമൊക്കെ തുടങ്ങി. പക്ഷെങ്കിൽ എൻ്റെ മകൻ മരിച്ചുപോയി. സാറാഫാത്തിലെ വിധവയുടെ, അവൾക്ക് ഭർത്താവില്ല, വിധവയുടെ മകൻ മരിച്ചുപോയി. വിധവ ഓടി ചെന്നിട്ട് പറയുക, നീ എൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കാനാണോ നീ വന്നത്? എൻ്റെ മകൻ മരിച്ചു. നമ്മൾ പാപം ചെയ്യുന്നിടത്ത് ഓർമ്മിപ്പിക്കേണ്ടത് വെച്ചാൽ ഫാസ്റ്റായിരിക്കണം. കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണോ നീ വന്നത്? ഹല്ലേലൂയ. അവിടെയും ഏലിയാവ് പോയി. ഏലിയാവ് അവരോട് സംസാരിച്ചു. ആ ഏലിയാവിന്റെ അഭിഷേകം വന്നു. ആ കുട്ടി ജീവൻ തിരിച്ചു വന്നു. ഹല്ലേലൂയ. പാപം എവിടെ ഉണ്ടോ അവിടെ ഏലിയാവ് ഉണ്ട്. ഏലിയാവിന്റെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. പിന്നീട് നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഏലിയാവ് പോയി ചൂരച്ചെടിയിലിരുന്നു. അത് കഴിഞ്ഞ് ഗുഹയിലിരുന്നു. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. ദൂതൻ ചൂരച്ചെടിയിലെടുത്ത് അടയൊക്കെ ചുട്ടയടയൊക്കെ കൊടുത്തു. അവിടുന്ന് ഓടി ആ കർമ്മൽ പർവ്വതം മുഴുവൻ ചുറ്റി. ഹല്ലേലൂയ. പിന്നെ ഗുഹയിൽ കയറി. അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷമായി അവനോട് സംസാരിച്ചു. ഹല്ലേലൂയ.
ആഹാബിൻ്റെ അടുത്ത് ആഹാബും ഏലിയാവും ഒരു കർമ്മേലിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അവൻ കാലിൻ്റെ കീഴിട്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൈമേഘം പോലെ മഴക്കാർ കയറുന്നു കണ്ടു. ഹല്ലേലൂയ. അതൊരു മഴയുടെ മുഴക്കമായിരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു മഴയുടെ മുഴക്കമുണ്ടാവും, ഒരു അഭിഷേകത്തിൻ്റെ മുഴക്കമുണ്ടാവും, ഒരു പരിശുദ്ധാത്മാവിൻ്റെ മുഴക്കം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. മഴ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് ആഹാബിനോട് പറഞ്ഞു, രഥം പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. അവൻ രഥം പൂട്ടി പോയി. രഥം പൂട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏലിയാവ് അവിടുന്ന് ഓടി രഥത്തിന്റെ മുമ്പിൽ പോയെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. രഥത്തിന് ഇത്ര സ്പീഡാണെങ്കിൽ ഏലിയാവിന്റെ ശക്തിക്ക് എന്താണ്? ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്ന് ശമരിയയിലെ പ്രവാചകനായ അഭിഷേക്തനായ ഫിലിപ്പോസിനെ ഗസയിൽ നിന്നും അസ്തോദിലേക്ക് വലിച്ചെറിഞ്ഞ ദൈവം നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. ആ അഭിഷേകമാണ് ഏലിയാവിന്റെ അഭിഷേകം. പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്കെല്ലാം അറിയാം. എലീശയെ അഭിഷേകം ചെയ്തു, യേഹൂവിനെ അഭിഷേകം ചെയ്തു. ആഹാബിന്റെ ഭാര്യയെ യേഹൂവിന്റെ വരവ് കണ്ടപ്പം പറഞ്ഞു, ഭ്രാന്തൻ വരുന്നത് പോലെ അതാ വരുന്നു എന്ന് പറഞ്ഞു. അവന്റെ കിങ്കരന്മാർ അവളെ വലിച്ചെറിഞ്ഞു. നമൂത്ത് ചത്തോടത്ത് തന്നെ അവൾ കോടല് പാണ്ടവെല്ലാം കീറി അവൻ നായി നക്കി അവന്റെ ബ്ലഡ് കളയ. ഹല്ലേലൂയ. നീ ആർക്കിട്ടും സഹോദര ദോഷം ചെയ്താൽ യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഹല്ലേലൂയ. മോശ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ കോരഹും കൂട്ടരും അവനെതിരായിട്ട് അബീനാവും കൂട്ടരും ദാനും എല്ലാവരും കൂടെ കൂടി ജനങ്ങളെ മുഴുവനും അവനെതിരായി തിരിഞ്ഞ് കല്ലെറിയാൻ തുടങ്ങുമ്പോൾ മോശ കമന്ന് വീണു. അവനോട് പറയുന്ന വാക്ക, നിന്നോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, ഞങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അവനെ കല്ലെറിയാൻ തുടങ്ങിയപ്പോ അവൻ കമന്നു കടന്നപ്പോ ഒരു സൈഡ് ഭൂമി പിളർന്ന് കോരഹനെയും അവന്റെ എല്ലാ സമ്പത്തും എല്ലാം കൊണ്ടുപോയി. ഹല്ലേലൂയ. ഒരഭിഷിക്തൻ. ഹല്ലേലൂയ. ഏലിയാവേ, നീ അവിടെ വന്ന് എന്തിനാ? ഈ പാപത്തെ കണ്ടു. ഹല്ലേലൂയ. ആ അഭിഷേകം അവിടെ കൊട്ടാരത്തിന് ആലയോടിച്ചെന്ന് ആലയോളികളായി അവിടെ ആ അഭിഷേകം നിന്നു. സഭയിലെ നായ്ക്കൾ നക്കി തിന്നു. ഹല്ലേലൂയ. ഇതാണ് ഏലിയാവിന്റെ അഭിഷേകം. ആ അഭിഷേകം വരുന്നതിന് മുമ്പേ അപ്പൻ മക്കളോടും മക്കൾ അപ്പനോടും നിരക്കണം, അല്ലെ ദൈവം ശപിക്കും. ആ ശാപവാ ഇസബേലിന്റെ വീട്ടിലുണ്ടായത്. ഹല്ലേലൂയ. ഏലിയാവ് വന്ന് പറഞ്ഞിട്ട് പോലും ഇവർക്ക് മനംമാറ്റം ഇട്ടിട്ടില്ലെങ്കിൽ ദൈവം നിന്നെ കീറിക്കളയുന്ന ദൈവമാ. ഹല്ലേലൂയ. The name of Jesus. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് വന്നേ. ഹല്ലേലൂയ. The name of Jesus. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1-2 വായിക്കാം. ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെണീറ്റു, അതുകൊണ്ടാകുന്നു ഈ ശക്തികളിൽ അവനിൽ വ്യാപരിക്കുന്നു എന്ന്
തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹല്ലേലൂയ. ഹെരോദാവ് യേശുവിന്റെ കാര്യങ്ങൾ കേട്ടു, അറിയുന്നുണ്ട്. മരിച്ചവർ ഉയർത്തെണീക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യമാവുന്നു, അന്ധർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അത്ഭുതങ്ങൾ, സൂപ്പർ നാച്ചുറൽ മിറക്കിളുകളെല്ലാം സംഭവിക്കുമ്പോൾ ഹെരോദാവ് പറയുക, ഹല്ലേലൂയ, ഈ ശക്തികളൊക്കെ അവന്റെ കൂടെ ഉള്ളത് സ്നാപക യോഹന്നാന്റെ ശക്തിയാന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അവനെ 1 മാസം കണ്ടു മുമ്പ് അവന്റെ തല വെട്ടി ദൂരെ കളഞ്ഞു. എന്നറിയോ? പാപം അവിടെ നടന്നു. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ പാപം നടന്നു. അതൊക്കെ നമുക്കറിയാം. ഞാൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. അവൻ്റെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ അതൊന്നും എഴുതിയിട്ടില്ല. ഭാര്യയാണ് ഈ ഹെരോദാവ് വെച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഭാര്യയാക്കി വെച്ചത്. ഹല്ലേലൂയ. അത് നേരിട്ട് വന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, നീ ഇത് ചെയ്യുന്നത് വിഹിതമല്ല, നീ തെറ്റായി, നിർത്തിക്കോ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അന്നു മുതൽ ഹെരോദ്യയ്ക്ക് ഇവനോട് ശത്രുതാ മനോഭാവമുണ്ടായി. ആ ശത്രുതാ മനോഭാവം അവിടെ ഉള്ളിൽ തിളച്ചിട്ട് മകളെ കൊണ്ട് നൃത്തം ചെയ്യിച്ച് തല വെട്ടി ദൂരെ കളഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ഇത് എന്താണ് ഈ സ്നാപയോഹന്നാന്റെ കാര്യം? ഹല്ലേലൂയ. അവന്റെ ശക്തി, അവൻ എന്താ ശക്തി ഉള്ളത്? അവനെന്താ ശരിക്കും പറഞ്ഞ ശക്തിയുള്ള? അവൻ അവിടെ നിന്ന് സർപ്പസന്തതികളെ എന്നൊക്കെ വിളിക്കുന്നു, സ്നാനപ്പെടുത്തുന്നു, ഇതൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ ഹെരോദാവിന് എന്നെ എങ്ങനെയാണ് മനസ്സിലായത്? ഇവനിൽ ഈ ശക്തികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഹല്ലേലൂയ. അതിൻ്റെ അത് നമുക്ക് പറഞ്ഞപ്പം നമുക്ക് സ്നാപക യോഹന്നാൻ ആരാന്നും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതാണ് ഹെരോദാവിന് മനസ്സിലായത്. ഇത്ര പവറായിട്ട് ഇവൻ ചെയ്യുന്നത് സ്നാപയോഹന്നാന്റെ ശക്തി ഇവന്റെ കൂടെ കൂടിയെന്ന്. ഹല്ലേലൂയ. ഞാൻ അതും കൂടെ ഒന്ന് വായിച്ചിട്ട് നിർത്താം. ലൂക്കോസ് 1:14. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിച്ചു. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. ഇവിടെ നമ്മൾ മലാക്കിയുടെ സുവിശേഷത്തിൽ പറഞ്ഞപ്പം മക്കൾ അപ്പനോടും നിരക്കണം. അവിടെ വെച്ച് പറയുന്നൊരു വാക്കാണ്, അവൻ ഇസ്രായേൽ മക്കളെ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിക്കുമെന്ന്. നിങ്ങൾ തിരിഞ്ഞു, അല്ലെ ശാപം വരാൻ പോവാ. സ്നാപയോഹന്നാന്റെ സ്റ്റേറ്റ്മെന്റായി കിടക്കുന്നത്. അല്ലെങ്കിൽ ശാപം വരാൻ പോവാന്ന്. ഹല്ലേലൂയ. അവരുടെ ദൈവകർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവൻ മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ഹല്ലേലൂയ. കർത്താവിലേക്ക് അവൻ നടത്തുക. ഹല്ലേലൂയ. മക്കളെയും അപ്പന്മാരെയും മനം തിരിയാത്തവരെ എല്ലാം അവൻ ഒരുക്കിയെടുക്കുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അവന്റെ ഉള്ളിലെ ഏലിയാവിന്റെ ശക്തി ഉണ്ടെന്ന്, ഏലിയാവിന്റെ ശക്തിയോടും കൃപയോടും കൂടി അവൻ നടക്കും. ഹല്ലേലൂയ. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ അവൻ നടക്കും. ആ ഏലിയാവിനെയാണ് ഹെരോദാവ് കൊന്നു കുഴിച്ചിട്ടത്. ഹല്ലേലൂയ. അവന്റെ ജഡം മാത്രമേ ശിഷ്യന്മാർക്ക് കിട്ടിയുള്ളൂ. തല വെട്ടി താലത്തി വെച്ചു കൊടുത്തു. അവന് മനസ്സിലായി ഇവന്റെ ഉള്ളിൽ ഏലിയാവിന്റെ അഭിഷേകമുണ്ടെന്ന്, ഏലിയാവിന്റെ ശക്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ. എൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഹല്ലേലൂയ.
യഥാർത്ഥ ആള് യോർദാനിലേക്ക് കടന്നു വരിക. അതിനു മുമ്പ് അതിലെ പോയപ്പോ ഇങ്ങനെ പറഞ്ഞു, ദാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാട് പോകുന്നു എന്ന് പറഞ്ഞ ആള് മനസ്സിലായി. ആ വരുന്നു, കർത്താവ് വരിക. യോർദാനിലേക്ക് നടന്നു വരുമ്പം പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ടാ സ്നാനപ്പെടുത്തും. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ കടന്നു വന്നപ്പം അവൻ സ്നാപകയോഹന്നാൻ പറഞ്ഞു, നിന്നാൽ ഞാൻ സ്നാനപ്പെടാനിരിക്കുക, അതാണ് എൻ്റെ നിയോഗം, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് പറഞ്ഞിപ്പോൾ ഇങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്നാനപ്പെടുത്തി. കർത്താവിനെ സ്നാനപ്പെടുത്തി ജോർദാനിലെ മുക്കിൽ തന്നെയാണ്, അല്ലാതെ വേറൊരു രീതിയിലുമല്ല. മുഴുവൻ സ്നാനം, അതാണ് കർത്താവ് നമ്മളെ മാതൃകയാക്കി തന്നത്. പക്ഷെങ്കിൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാപരൂപേണ അവന്റെ മേൽ വന്നിറങ്ങി. സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കർത്താവിന്റെ പാത നിരപ്പാക്കാൻ വേണ്ടിയാണ് സ്നാപകയോഹന്നാനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് സ്നാപകയോഹന്നാന് ശിഷ്യന്മാരുണ്ട്? ഇതെല്ലാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. ഓരോരുത്തരെ സ്നാനപ്പെടുത്തുമ്പോൾ അവൻ നോക്കുന്നുണ്ട്, ഇവനാണോ കർത്താവ്, ഇവനാണോ മെസ്സിഹ, ഇവനാണോ മസിഹ, ഇവനാണോ മിശിഹ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ആരുമല്ലായിരുന്നു. ഒരു ദിവസം കടന്നു വന്നു, കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ സ്നാനപ്പെടുത്തിയപ്പോൾ നടന്ന സംഭവങ്ങൾ അത് മുഴുവനും. ഹല്ലേലൂയ. ഈ സ്നാപകയോഹന്നാൻ അവൻ്റെ ആ പരിപാടി അവിടെ നിർത്തിയിട്ട് ഇനി നടത്തേണ്ട ആള് വേണ്ട പോവുക. ആത്മാവിന്റെ ശക്തിയോടും ബലത്തോടും കൂടി മരുഭൂമിയിലേക്ക് പോവുക. നയിച്ചു. ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചെന്നാ എഴുതിയിരിക്കുന്നത്. ഒരു ശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ആ കൂട്ടത്തിൽ കടന്നു പോകേണ്ടവനല്ലേ ഈ യോഹന്നാൻ? പിന്നെ ഇവന്റെ ഈ പരിപാടി ഇവിടെ കാണിച്ചെന്താണ്? പിന്നെ സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിന്റെ അടുത്ത് വരേണ്ടവൻ വന്നപ്പോ അവന്റെ പിന്നാലെ പൊക്കോണമെന്നോ? നിന്റെ കൂടെ കർത്താവ് നിന്റെ കൂടെ വന്നാൽ കർത്താവിന്റെ സാക്ഷിയാകണമെന്ന്, അവനെ പിൻഗമിക്കണം, അവന്റെ ശിഷ്യനായിക്കോണം. ഹല്ലേലൂയ. അല്ലെങ്കിലാണ് ഈ പണി കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ തല ഒന്നും പോകത്തൊന്നുമില്ല. കർത്താവിൻ്റെ കൂടെ, പത്രോസിൻ്റെ കൂടെയും യാക്കോബിൻ്റെ കൂടെയും ഒക്കെ അപ്പോസ്തലന്മാരായി തീർന്നേനെ. ഹല്ലേലൂയ. നീ പറയുന്ന സമയത്ത് നീ കൃത്യമായിട്ട് നീ കാര്യങ്ങൾ ചെയ്താൽ, ഹല്ലേലൂയ, നിനക്ക് ക്രിസ്തുവിനെ നിനക്ക് അഭിഷേകം ചെയ്യുന്നല്ല, സ്നാനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ യഥാർത്ഥ ആളുടെ കൂടെ പുറകെ പൊക്കോണം. ഇതാരായിരുന്നു സ്നാപകയോഹന്നാൻ? തോൽവാറും ധരിച്ചവൻ, വെട്ടുക്കിളിയും തേനും കഴിച്ചുകൊണ്ടിരുന്നവൻ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം പ്രാപിച്ചവൻ, എലിസബത്തിന്റെ ചാർച്ചക്കാരിയായിരുന്നു മറിയ, കന്യമറിയം. അവൾ അടുത്ത് ചെന്നപ്പോ ഉള്ളിക്കിടന്ന പിള്ളകൾ തമ്മിൽ തുള്ളി എന്നാ പറഞ്ഞത്. യഥാർത്ഥമായി ദൈവം അവന്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ അഭിഷേകം കൊണ്ട് നിറഞ്ഞെന്ന്. ഹല്ലേലൂയ. ആ യോഹന്നാൻ കർത്താവിന്റെ ശിഷ്യനായി മുമ്പോട്ട് പോകേണ്ടതായിരുന്നു. എന്നിട്ടും കുറച്ചു പേര് കർത്താവിനോട് കൂടെ ചേർന്നു. ഹല്ലേലൂയ. ഈ ഏലിയാവിന്റെ ശക്തി നിറഞ്ഞവനായിരുന്നു യോഹന്നാൻ. ആ ശക്തിയിലൂടെയാണോ നമ്മുടെ കർത്താവ് നടന്നത്? ഹല്ലേലൂയ. സ്വർഗത്തിൽ തന്റെ സിംഹാസനങ്ങൾ, തന്റെ മഹിമകളെല്ലാം വെടിഞ്ഞിട്ട്
അവിടെ അഴിച്ചു വെച്ചിട്ട് നമ്മുടെ ശാപത്തിനും പാപത്തിനും രോഗത്തിനും വേണ്ടി കാൽവറി കുന്നിൽ അവൻ അറക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുക്കപ്പെട്ടു. നമ്മളെ പാപങ്ങളെ കഴുകിക്കളഞ്ഞവനായ ആ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഹല്ലേലൂയ. അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ലോകത്തിലെ എല്ലായിടത്തും എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. പാപം എവിടെ കടന്നു ചെന്നാലും ഏലിയാവിന്റെ ശക്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഏലിയാവിന്റെ ശക്തി വെളിപ്പെട്ടു വരും. ഏലിയാവിന്റെ കൃപ നിങ്ങളുടെ മേൽ വരും. ഏലിയാവിന്റെ ഒരു വ്യക്തിയല്ല, അതൊരു അഭിഷേകമാണ്. ഹല്ലേലൂയ. ആ അഭിഷേകം കിട്ടിയവൻ എലീശ. ഹല്ലേലൂയ. മഴ വന്നപ്പോഴേ ഒരുത്തൻ ഓടി. ഏലിയാവ് ഓടി 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 ചെന്നപ്പത്തിനെ സഫാത്തിന്റെ മകനായ എലീശ പാടം ഉഴുതുകൊണ്ടിരിക്കുക. 12 കാളയിൽ വെച്ച് 11 പകരം 12 അവനും കൂടെ കയറി നിന്ന്. അവൻ അറിയാം, ഒരു നിയോഗമുള്ളവൻ അറിയാം, നിന്റെ മേലൊരു അഭിഷേകം വരുന്നുണ്ടെങ്കിൽ. ഞാൻ പല ഘട്ടങ്ങളിലും പല ചർച്ചിലും ഒക്കെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ മേൽ അഭിഷേകം വരുന്നതിന് മുമ്പ് എന്നോട് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കും. നിന്റെ മേലായി പരിശുദ്ധാത്മ വരാൻ പോകുന്നത്, നിന്റെ മേലായി അഭിഷേകം വരാൻ പോകുന്നത്. പ്രിയ സഹോദര, നീ ദൈവത്തിന്റെ അടുത്ത് മുട്ടുകുത്തിക്കോ. ഹല്ലേലൂയ. ആ മുട്ടുകുത്തിയതാണ് എലീശ. അവന്റെ മേൽ പുതപ്പം കിട്ടുന്ന. ഹല്ലേലൂയ. അന്ന് കിട്ടിയ ആ അഭിഷേകം കൊണ്ട് അവൻ തികഞ്ഞില്ലെന്ന്. അന്ന് കിട്ടിയ അഭിഷേകം കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. ഹല്ലേലൂയ. ഇത്രയും ശക്തിയുള്ള ഒരു അഭിഷേകം എന്റെ വീണെങ്കിൽ ഹല്ലേലൂയ, ഇവൻ എടുക്കപ്പെടുമ്പോൾ എന്തായിരിക്കും എന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഹല്ലേലൂയ. ഗിൽഗാലും എരിഹോവും ബേഥേലും ഒക്കെ കടന്നവർ യെരൂശലേമിൽ അവർ കടന്നു ചെന്നു. ഹല്ലേലൂയ. ജോർദാൻ കടന്നു ചെന്നപ്പോൾ അവിടെ വെച്ച് ചോദിച്ചു, പലവട്ടം ചോദിക്കുന്നുണ്ട് അവനോട്, ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. അവിടെ ചോദിച്ചു, ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നിന്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം. ഇതൊരിക്കലും സാധ്യമല്ല എൻ്റെ ശിഷ്യ. 50 എണ്ണം പുറത്തു നിൽപ്പുണ്ട്, കരയ്ക്ക് അപ്പുറം നിൽപ്പുണ്ട്, യോർദാൻ അപ്പുറം നിൽപ്പുണ്ട്. ഇത് 51-ാമത്തെ അവൻ. ഹല്ലേലൂയ. ഇവൻ അവന്റെ ഒന്നും എഴുതി മേടിക്കുകയൊന്നും ചെയ്തില്ല. നിന്റെ വീടോ സ്ഥലവോ ഒന്നുമല്ല അവന് വേണ്ടത്. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി ശക്തി എനിക്ക് കിട്ടിയേ പറ്റൂ. ഹല്ലേലൂയ. ഏലിയാവ് എടുക്കപ്പെടുക. ഹല്ലേലൂയ. ഏലിയാവ് എടുക്കപ്പെടുമ്പോ ഹല്ലേലൂയ, അഗ്നിയശ്വങ്ങളും അഗ്നിരഥങ്ങളും കാണാൻ തുടങ്ങി. ചുഴലിക്കാറ്റിൽ ഇവർ എടുക്കപ്പെട്ടപ്പോ ആ പുറപ്പവന്റെ മേൽ വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിന്റെ പുതപ്പടിച്ചാണ് ഇവർ കടന്നു വന്നത് യോർദാനിലോട്ട്. തിരിച്ച് ഹല്ലേലൂയ, ഇരട്ടി പോഷം കിട്ടിയവന്റെ ഹല്ലേലൂയ, ഇരട്ടി പോഷം, ഡബിൾ പോഷം കിട്ടിയവൻ യോർദാനിലേക്ക് അടിച്ചപ്പോൾ രണ്ടായി പിരിഞ്ഞു മാറിപ്പോയി. ഹല്ലേലൂയ. ആ ശക്തിയുടെ ബലത്തിലാ നയമാനോട് പറഞ്ഞത്, നീ യോർദാനിൽ പോയി മുങ്ങോ, നിന്റെ കുഷ്ഠം മാറും. ഡബിൾ പോഷൻ കിട്ടിയ, അഭിഷേകത്തിൽ കിട്ടിയ ആ പുതപ്പടിച്ച സ്ഥലമായതുകൊണ്ട് നിനക്ക് പല അപ്പരസും ഒക്കെ ഉണ്ട്. അവിടെ ഒന്ന് മുങ്ങിയ നീ കുഷ്ഠം മാറത്തില്ല. ഹല്ലേലൂയ. നിന്റെ തലയിലെ ചോർച്ച ചെളി പോകുമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ മുങ്ങ്. പണ്ട് ഇസ്രായേൽ ജനങ്ങൾ കടന്നു വന്നപ്പോൾ 12 ഗോത്രങ്ങളിലെ മൂപ്പന്മാര്, ലേവ്യ ഗോത്രന്മാരൊക്കെ കാല് ചവിട്ടി പെട്ടകം ചുമന്ന് നിർത്തിയ സ്ഥലമാണ് അവിടെ. ഹല്ലേലൂയ. യോർദാൻ രണ്ടായി പിരിഞ്ഞു പോയ സ്ഥലമാ, അഭിഷേകമുള്ള സ്ഥലം. ഏലിയാവ് തന്നെ ഡബിൾ പോർഷൻ ഉള്ള, ഇരട്ടി ശക്തിയുള്ള
ആ പുറപ്പടിച്ച സ്ഥലമാണ് യോർദാൻ. അതുകൊണ്ട് നിന്റെ കുഷ്ഠം അവിടെ മാറുന്ന യമാനെ പോ. ആ ഇരട്ടി ശക്തിയുള്ള പുതപ്പഴിച്ച ജോർദാനിൽ പോയി മുങ്ങിയപ്പോൾ നയമാന്റെ കുഷ്ഠം മാറി ശിശുക്കളെ പോലെ ആയി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ ദൈവജനമേ, ഞാൻ നിങ്ങളോട് നിങ്ങൾ സത്യമായിട്ട് പറയുക, ഹല്ലേലൂയ, നിങ്ങൾ ഈ അഭിഷേകത്തിന് വേണ്ടി കാത്തു നിന്നു. പാപം നിങ്ങളുടെ സ്ഥലത്ത് എവിടെ എത്തിയാലും ഈ അഭിഷേകം നിങ്ങളെ കടന്നു വരും. ശാപം മാറും. ദൈവത്തിന്റെ കോപം നിങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.